തഹജ്ജുദ് ഒരു അത്ഭുത പ്രതിഭാസമാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമുണ്ടാക്കി തരുന്നൊരു നിമിഷമാണത്. പലപ്പോഴും പല ആളുകളും തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ നിസ്കാരമായത് മാറിയിട്ടുണ്ടോ? പലരും പറയാറുണ്ട്, ഉസ്താദേ കൊതിയുണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ. ആ തഹജ്ജുദ് ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കണത് പോലെ, എൻ്റെ റബ്ബ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണത് പോലെ, എൻ്റെ റബ്ബ് എൻ്റെ കൈ പിടിച്ചതുപോലെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. പക്ഷേ ആ ഒരു അനുഭവത്തിലേക്ക് എത്താനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് കരുതിയിട്ട് കിടക്കും, പക്ഷെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു പ്രയാസം മനസ്സിലുണ്ട് ഉസ്താദേ, എന്ത് ചെയ്യും ഞങ്ങൾ തഹജ്ജുദ് ഒന്ന് നിസ്കരിക്കാൻ? പല സഹോദരങ്ങളും പറഞ്ഞൊരു സങ്കടമാണ്. 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. ഒരെണ്ണം ഉണ്ടായാൽ മതി, നമുക്ക് തഹജ്ജുദ് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ തഹജ്ജുദിനെ തടഞ്ഞു കളയും എന്നുള്ളതാണ്. അപ്പോൾ ആ 5 കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നത് മാറ്റി വയ്ക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് പങ്കുവെക്കുക. പടച്ച റബ്ബ് അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല ഹൃദ്യമായൊരു പ്രഭാതവും പോസിറ്റീവ് എനർജി നിറഞ്ഞ മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നല്ല തണുപ്പുള്ള സമയം, പുതച്ചു മൂടി കിടന്നുറങ്ങാൻ പറ്റിയ സമയമാണല്ലേ. സുബഹിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടന്നാൽ യാ അല്ലാഹ് ഉച്ചയ്ക്ക് എണീക്കുള്ളൂ, അത്ര നല്ല തണുപ്പുണ്ട്. ആ സമയത്തും സുബഹി കഴിഞ്ഞ് ഉറങ്ങൽ എൻ്റെ നാഥന് ഇഷ്ടമല്ല എന്നുള്ള ബോധ്യത്തിൽ ഈ സ്വബാഹുൽ ഖൈറിൽ വന്ന് ലൈവായിട്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ടല്ലോ, പടച്ചോൻ എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അനുഗ്രഹം ഇലാ യൗമിൽ ഖിയാമ നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ നമ്മൾ പറയണതേ തഹജ്ജുദിനെ കുറിച്ചാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ കൊതിയുണ്ട് ഉസ്താദെ, പക്ഷെ നടക്കണില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അത് വല്ലാത്തൊരാഗ്രഹമാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹം വേണം കേട്ടോ. ആ ആഗ്രഹം എങ്ങനെ നമുക്ക് സാക്ഷാത്കരിച്ചെടുക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ 5 കാര്യങ്ങളിൽ ഒരെണ്ണം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല, നമുക്ക് ആ തൗഫീഖ് കിട്ടൂല. അപ്പം എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് പറ്റും? എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? ആ 5 കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തേത് എന്താണെന്നറിയോ? അദുമുൽ ഇഖ്ലാസ്. നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഇല്ല എങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. അതായത് നമ്മുടെ ഒരു ആത്മാർത്ഥമായൊരാഗ്രഹം വേണം. ആത്മാർത്ഥമായൊരാഗ്രഹം. തഹജ്ജുദ് നിസ്കരിക്കുക, എണീക്കുകയാണെങ്കിൽ നിസ്കരിക്കുക എന്നൊരു മൈൻഡല്ല, അതിയായ ആഗ്രഹം. രാത്രിയുടെ ഒരു അന്ത്യയാമത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ എൻ്റെ നാഥൻ്റെ സഹായം 1ാം വാനത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു നിമിഷമുണ്ട്. ആ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിലൊന്ന് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, സുജൂദിൽ കിടന്ന് നാഥനായ റബ്ബുമായി ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പടച്ചോനെ അതിന് വല്ലാത്ത ആഗ്രഹമുണ്ട്. വല്ലാതെ ഒന്ന് ആഗ്രഹിക്കണം. എല്ലാ സങ്കടങ്ങളും ആ തഹജ്ജുദ് നിസ്കാര ശേഷം അല്ലാഹുവോട് ദുആ ചെയ്ത് പറയണം. എല്ലാ വിഷമങ്ങളും പറയണം. റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ പടച്ചവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സത്യം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ ഒരു പറച്ചിൽ നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. അപ്പോൾ ഈ ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിയായ ആഗ്രഹം. ഞാൻ എഴുന്നേൽക്കും, എനിക്ക് അത്ര കൊതിയുണ്ട് എൻ്റെ നാഥനായിട്ട് സംസാരിക്കാനെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. മഹാന്മാർ പറയുന്നുണ്ട്, وعلى قدر نية العبد وهمته ومراده ورغبته يكون توفيقه سبحانه وتعالى. നമ്മുടെ നെയ്യത്ത്, അതുപോലെ നമ്മുടെ അമിതമായ ആഗ്രഹമാണ് ഒരു കാര്യത്തിലേക്ക് അള്ളാൻ്റെ തൗഫീക്ക് കിട്ടാനുള്ള കാരണം. അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിച്ചോ നമ്മൾ അങ്ങോട്ട് എത്തിക്കും. ഞാനൊരാളോട് ചോദിച്ചു, അല്ലടോ നമുക്ക് ഹജ്ജിനൊക്കെ ഒന്ന് പോകണ്ടേ? നോക്കട്ടെ, ഒരു അവസരം വരികയാണെങ്കിൽ ഒന്ന് പോകണം. അതല്ല, അത് പാർക്ക് വേണ്ടിയിട്ട്. പിന്നെ നിൻ്റെ അവസരം തന്നങ്ങനോട് കൊണ്ടുപോകാനായിട്ടല്ലേ? എവിടെ ആഗ്രഹിക്ക്, കൊതിക്ക്. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പഠിച്ചോരതിന് കൂലി തന്നേക്കാം, നമ്മൾ മരിച്ചു പോയാലും.
ആഗ്രഹിക്ക്, മനസ്സറിഞ്ഞ് കൊതിക്ക്. എനിക്ക് ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, അള്ളാഹുവുമായിട്ട് എനിക്ക് സംസാരിക്കണം, എൻ്റെ നാഥൻ എന്നിലേക്ക് അടുത്തു വരുന്ന നിമിഷത്തിൽ നാഥനിലേക്ക് എനിക്ക് അടുക്കാൻ കഴിയണം. ആ ബോധ്യത്തിൽ ഉറപ്പിച്ച് നിന്ന് ഒന്നൊന്ന് കിടന്നുറങ്ങി നോക്കിയേ, നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായ ആഗ്രഹമൊന്നും പലർക്കും ഇല്ല എന്നാണ്. ചിലപ്പോൾ ചില ആളുകളൊക്കെ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നിസ്കരിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ. അങ്ങനെയുള്ളവർക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ടാവും, അന്നത്തെ ദിവസം അലാറം വെച്ചിട്ട് നമ്മൾ എഴുന്നേക്കും. തഹജ്ജുദ് നിസ്കരിക്കാറില്ലേ നമ്മൾ ചോദിക്കും. അന്ന് 2 ദിവസം നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും, പിന്നെ ഗുദാഹവ അതങ്ങോട്ട് കഴിഞ്ഞു പോയി, പിന്നെ നിസ്കാരമൊന്നുമില്ല. അത് ഇഖ്ലാസ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് എന്ത് കാര്യമാണ് ഇല്ലേ? റമദാൻ മാസത്തിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലുള്ള അവസ്ഥ എന്താണ്? ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആരെങ്കിലുമൊക്കെ വന്ന് ഇങ്ങനെ വിരലടിക്കുമ്പോൾ ഖുർആൻ മാറ്റി വെക്കൂല. ഖുർആൻ ഇങ്ങനെ കയ്യിൽ ഒരു വിരലും അതിൻ്റെ ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയും, ആ വാടി കയറി ഞാൻ ആ സൂറത്തുൽ ഹജ്ജിൻ്റെ 35-ാമത്തെ ആയത്ത് എത്തിയുള്ളൂ. കഴിഞ്ഞവണ നമ്മൾ 2 ഖത്തം തീർത്തായിരുന്നു, ഇത്തവണ ഒരു 2-3 തീർക്കണം എന്നുള്ളൊരു ഐഡിയയിൽ ഇരുന്നിട്ട് ഓതേണേ, അതിൻ്റെ ഇടയിലാണ് നീ ബെല്ലടിച്ചത്. ഓ, എല്ലാം പറഞ്ഞു അവിടെ നഷ്ടപ്പെട്ടു, ഹത്തും പോയി, എല്ലാം പോയി. എന്തിനാ പണിക്കണത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹ്ക്ക് വേണ്ടിയാന്നുള്ള ബോധ്യം ഉണ്ടാകണം. മഹാനായ ഇമാം അയ്യൂബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ മഹാനായിരുന്നു. അയ്യൂബ് നബി അല്ല, അയ്യൂബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യഖൂലു ലൈല കുല്ലഹ, എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിസ്കരിക്കും. ഫഇദാ ഖറബൽ ഫജ്ർ റജഅ ഫളുതജഅ ഫീ ഫിറാശിഹി, എല്ലാ രാത്രിയും നിന്നിങ്ങനെ നിസ്കരിക്കും. സുബ്ഹി ബാങ്ക് വിളിക്കാറാകുമ്പോഴത്തേക്കും വേഗം തൻ്റെ വിരിപ്പിൽ വന്നിങ്ങനെ കിടക്കും. വഇദാ ത്വലഅ സുബ്ഹു റഫഅ സൗതുഹു കഅന്നഹു ഖദ് ഖാമത്തിൽ കസാഅ, സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് മൂപ്പരെന്ത് ചെയ്യും, ഇങ്ങനെ ആ സമയത്ത് ഒരുപാട് നേരം ഉറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കണത് പോലെ ഇങ്ങനെ പതിയെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കും. എന്തിനാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. എന്തറിയാൻ? ഞാൻ രാത്രി മുഴുവൻ കിടന്നുറങ്ങിയായിരുന്നു, ഉറങ്ങിയിട്ട് ഉറക്കക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ എഴുന്നേൽക്കാണ് ഉസ്താദ് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്ന് കഴിച്ചെഴുന്നേക്കും. എവിടെ? ഈ രാത്രി മുഴുവൻ ആ മനുഷ്യൻ നിന്ന് നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങൾ അറിയാതിരിക്കാനും താൻ ഉറങ്ങുകയാണെന്ന് തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതായത് ഞാനും ഈ ഇബാദത്തും എൻ്റെ നാഥനായ റബ്ബറിഞ്ഞാൽ മതി. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ നാട്ടുകാരൊക്കെ കാണിക്കുകയാണ്. ആ ഇബാദത്തിന് ഒരു പ്രതിഫലവുമില്ലാതെ പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് ആത്മാർത്ഥമായി ഇഖ്ലാസോടെയുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് തരും. ആ ആഗ്രഹമില്ല എങ്കിൽ നമുക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് അദുമു മഅരിഫതി ഫദ്ലിഹാ, ഈ തഹജ്ജുദിൻ്റെ മഹത്വം അറിയാൻ പാടില്ല. അതുകൊണ്ട് പല ആളുകളും തഹജ്ജുദ് ഒഴിവായി പോകുന്നുണ്ട്. തഹജ്ജുദിൻ്റെ മഹത്വം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിരുന്ന മഹത്വം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും തഹജ്ജുദ് ഒഴിവാക്കൂല. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു സ്വലാ ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം തഹജ്ജുദാണ്. സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം തഹജ്ജുദാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ തഹജ്ജുദിൻ്റെ പ്രതിഫലം നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയധികം പ്രതിഫലമാണ് തഹജ്ജുദിന് ലഭിക്കുക എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് ഉണ്ട്, അല്ലാഹു റബ്ബുൽ ആലമീൻ 2 ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ മലക്കുകളോട് അഭിമാനം പറയും. അത്ഭുതപ്പെട്ടുകൊണ്ട് അഭിമാനം പറയും മലക്കുകളോട്. അള്ളാഹ് അത്ഭുതപ്പെട്ട് അഭിമാനം പറയുന്ന ഒരു വിഭാഗം ആരാന്നറിയോ? അവര് സ്വന്തം പുതപ്പിനെയും കുടുംബത്തെയും മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് കണ്ടിട്ട് അത്ഭുതത്തോടെ മലക്കുകളോട് പറയും. അള്ളാഹിൻ്റെ അത്ഭുതം എന്നുള്ളതൊക്കെ നമ്മളൊരു സാഹിത്യ ഭാഷയായി മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു റബ്ബുൽ ആലമീൻ മലക്കുകളോട് ഇങ്ങനെ പറയും, അയ്യാ മലായികത്തി, എൻ്റെ മലക്കുകളെ, ഉൻദുറു ഇലാ അബ്ദി, എൻ്റെ അടിമയിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. തറ മിൻ ഫിറാശിഹി വബിത്വാഇഹി വമിൻ ബൈനി ഹയ്യിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി. ഒന്ന് നോക്കിയേ, കിടന്നുറങ്ങുന്ന ആ വിരിപ്പിൽ നിന്ന്, തൻ്റെ ഇണയിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നിരിക്കുക. എന്തിനാ? നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ. റഗ്ബതൻ ഫീമാ ഇൻദി, എൻ്റെ അടുക്കലുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചത്. കണ്ടില്ലേ മലക്കുകളെ, കണ്ടില്ലേ? അള്ളാഹ് അഭിമാനം പറയാം മലക്കുകളോട്. ഇത് ഭാര്യ എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഭർത്താവ് എന്ന് മാത്രമല്ല, ആരും
അപ്പോൾ ഒരു കാര്യമുണ്ട് ഉസ്താദെ, അപ്പോൾ ഭാര്യയോടുള്ള കടമകളൊക്കെ ചെയ്യേണ്ടി 24 മണിക്കൂർ നിസ്കരിച്ചാൽ മതിയോ എന്നല്ല ഈ പറഞ്ഞത്, എന്നല്ല. കടമകളൊക്കെ തീർത്തിട്ടും നമ്മളിങ്ങനെ കിടന്നുറങ്ങല്ലാതെ ഇതിനൊന്നും വേണ്ടി എഴുന്നേൽക്കണില്ല. നല്ല തണുപ്പുള്ള സമയം, ഇപ്പം നല്ല മഴയല്ലേ, ഈ തണുപ്പത്ത് പതച്ചുകൂടി ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖമാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവളുടെ അടുക്കൽ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കും നമുക്കല്ലേ. മക്കളും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ കടമകളെല്ലാം നിർവഹിച്ച ശേഷം പതിയെ ആ വിരിപ്പിനെയും തൻ്റെ ഇണയെയും മക്കളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വന്ന് എൻ്റെ പടച്ചോൻ്റെ കൂലി എനിക്ക് വേണം എന്ന് മനസ്സിലാക്കി നിസ്കരിക്കുന്ന മനുഷ്യൻ, അതാണായാലും കൊള്ളാം പെണ്ണായാലും കൊള്ളാം, വലിയ പ്രതിഫലമാണ് അവർക്കെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മാലാഖമാരോട് പറയണം. അപ്പം അള്ളാഹ് അഭിമാനം പറയുന്ന വലിയ കൂലിയുണ്ട്. നമ്മളെ അള്ളാഹു റബ്ബുൽ ആലമീൻ മലക്കുകളുടെ മുമ്പിൽ അഭിമാനിക്കാനായി നമ്മളെ നിയോഗിക്കുകയാണെങ്കിൽ, നമ്മളെ കാണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിഫലമാണ് ആലോചിച്ച് നോക്കിയേ. അപ്പം അതിനെന്ത് വേണം? നമ്മളിതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ആ മഹത്വം മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കൊരിക്കലും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റൂല. കാരണം മഹത്വം മനസ്സിലാക്കിയാലേ ഒരു കാര്യത്തിന് നമുക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തേത് അദ്മുൻ നൗമി അലാ ജാനിബിൽ അയ്മൻ, വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കാതിരുന്നാൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്നാണ്. കിടക്കേണ്ടത് ഏത് ഭാഗത്താണ്? വലതുഭാഗത്താണ്. പക്ഷെ അങ്ങനെ കിടക്കാതെ നമ്മൾ ഇടതുഭാഗം തിരിഞ്ഞ് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അവർക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയില്ല. അത്രേ ഇമാമിങ്ങൾ പഠിപ്പിക്കാൻ. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖദ മദ്ജഅഹു ജഅല യദഹു അൽ-യുംന തഹ്ത ഖദ്ദിഹി അൽ-അയ്മൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിപ്പിലേക്ക് കിടക്കാൻ ഉദ്ദേശിച്ചാൽ അവിടുത്തെ വലത് കവിളിൻ്റെ താഴെ വെച്ചുകൊണ്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയിമത്തുകൾ പറയുന്നുണ്ട് വഫി ഇൽതിജാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വലതുഭാഗത്തേക്കുള്ള ചരിഞ്ഞു കിടത്തത്തിൽ ഒരു രഹസ്യമുണ്ട് എന്നാണ്. എന്താണെന്നറിയോ? അന്നൽ ഖൽബ മുഅല്ലഖുൻ ഫി ജാനിബിൽ ഐസർ, ഇടതുഭാഗത്താണ് ഹൃദയമുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുഭാഗം തിരിഞ്ഞു കിടന്നാൽ നമ്മൾ ഗാഠനിദ്രയിലായി പോകും. ഭയങ്കര ഉറക്കം നമ്മളെ പിടികൂടും. നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് കരുതിയാലും ഇടതുഭാഗം തിരിഞ്ഞു കിടന്നാൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റൂല എന്നാണ്. നിസ്കരിക്കണം, ഇൻഷാ അല്ലാഹ് തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കിടക്കുകയാണ്. പക്ഷേ ഇടതുഭാഗം തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഗാഠനിദ്രയിലായിപ്പോയി ചിലപ്പോൾ സുബ്ഹി തന്നെ കളാക്കി കളയും. എന്നാൽ വലതുഭാഗം തിരിഞ്ഞ് കിടന്നു നോക്കൂ, അമിതമായ ഉറക്കത്തിലേക്ക് നമ്മൾ പോവില്ല. അതുമാത്രമല്ല മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട്, ഇടതുഭാഗം തിരിഞ്ഞു കിടന്നാൽ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവിൽ വ്യത്യാസം വരികയും കൃത്യമായി ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ പോവുകയും ചെയ്യും. വലതുഭാഗം ചരിഞ്ഞു കിടന്നാൽ മനോഹരമായി സർക്കുലേഷൻ ഭംഗിയായി നടക്കും. ഇടതുഭാഗം ചരിഞ്ഞു കിടന്നാൽ ഹാർട്ട് അറ്റാക്കിന് വരെ സാധ്യതയുണ്ടെന്ന് മോഡേൺ സയൻസ് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലതുഭാഗം ചരിഞ്ഞു കിടക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നില്ല എങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഇല്ലാതെയാകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക, ഇടതുഭാഗം ചരിഞ്ഞു കിടക്കരുത്. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ഇനി നാലാമത്തേത് അദ്മുൻ നൗമി അലാ ത്വഹാറ, വുളു ഇല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും. വുളു ഇല്ലാതെ കിടന്നുറങ്ങിയാൽ വുളുവോടെ കിടന്നുറങ്ങാറുണ്ടോ നമ്മൾ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ത്വഹിർ ഹാദിഹിൽ അജ്സാദ് ത്വഹിർഹുമുല്ലാഹ്, നിങ്ങൾ ശരീരം വൃത്തിയാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ശുദ്ധിയാക്കും. നിങ്ങൾ ശരീരം ശുദ്ധിയാക്കിയാൽ അള്ളാഹ് നിങ്ങളെ ശുദ്ധിയാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വുളു ചെയ്ത് കിടക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി തരും. എങ്ങനെ? നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള അവസരം തരും. തഹജ്ജുദ് നിസ്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലൈസ അബ്ദുൻ യബീതു ത്വാഹിറൻ ഇല്ലാ ബാത മഅഹു ഫി ശിആരിഹി മലക്കുൻ. രാത്രി ഉറങ്ങാൻ നേരത്ത് വുളു എടുത്തിട്ടൊരു മനുഷ്യൻ കിടക്കുകയാണെങ്കിൽ അവൻ്റെ വിരിപ്പിൽ അവനോടൊപ്പം ഒരു മലക്കും ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് രാത്രിയുടെ ഓരോ യാമങ്ങൾ എത്തുമ്പോഴും മലക്കിങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക് ഫഇന്നഹു ബാത ത്വാഹിറ, പടച്ചോനെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യൻ ശുദ്ധിയോടെ വുളു ചെയ്ത് അന്തി ഉറങ്ങുന്ന മനുഷ്യനാണല്ലാന്ന് മലക്കുകൾ വിളിച്ചു പറയും. ഇതൊന്നും ചൊല്ലാതെ ദിക്റും ചൊല്ലാതെ വുളുവൊന്നും എടുക്കാതെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ വിരിപ്പിൽ നമ്മോടൊപ്പം ശൈത്വാനാണ്. ആ ശൈത്വാൻ നമുക്ക് എതിരായി വരുന്ന കാര്യങ്ങളായിരിക്കും ശൈത്താൻ ചെയ്യുക, അല്ലേ? ശൈത്താൻ നമ്മുടെ കൂടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റൂല. ഈ മലക്കിൻ്റെ ദുആ ഇങ്ങനെ നിരന്തരം കിട്ടുകയാണെങ്കിൽ നമ്മൾ സുബ്ഹിക്ക് കിടന്നുറങ്ങുമോ? നമ്മൾ തഹജ്ജുദിന് കിടന്നുറങ്ങുമോ? നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുമെന്നാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരു സംശയമുണ്ട്, ഉസ്താദ് ഈ രാത്രി വുളു എടുത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കെട്ടിയോനെ തൊട്ട അല്ലെങ്കിൽ കെട്ടിയോളെ തൊട്ട വുളു മുറിയൂലേ, പിന്നെന്തിനാന്നാണ്? നിങ്ങളോട് വുളു എടുക്കാനാണ് പറഞ്ഞത്, ഇല്ലേ?
കെട്ടിയോനെ തൊട്ടാലും നമ്മുടെ മദ്ഹബിൽ വുദു മുറിയും. ആ മുറിയണ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കിടക്കാൻ നേരത്ത് വുദു ചെയ്യുക. ഇനിയിപ്പോൾ കെട്ടിയോളൊന്നും തൊട്ടില്ലെങ്കിലും നമ്മൾ വുദു ചെയ്ത് കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വുദു മുറിയൂലേ? ഉറങ്ങിയാൽ വുദു മുറിയും. അപ്പോൾ പിന്നെ എന്തിനാ വുദു എടുക്കണത്? അതൊന്നും നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല. വുദു എടുത്ത് കിടക്കുക. നമ്മുടെ കൂടെ മലക്കുണ്ടാകും. നമുക്ക് തഹജ്ജുദിന് അവസരം ഉണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വ്യക്തമാക്കി സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വുദു ഇല്ലാതെ കിടന്നുറങ്ങിയാൽ തഹജ്ജുദിന് തൗഫീക്ക് ഉണ്ടാവില്ല. വുദു എടുത്ത് കിടന്നുറങ്ങുക. ഇനി അഞ്ചാമത്തേത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണത് അദ്ദുനൂബു വൽ മആസി. ഈ പകൽ സമയത്ത് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നിമിത്തം അതിന് തൗബ ചെയ്യാതെയാണ് നമ്മൾ കിടന്നുറങ്ങണതെങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീക്ക് ഇല്ലാതെ പോകുന്നതാണ്. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, ശൈഖ് അവർകളെ, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ഭയങ്കര കൊതിയാണ്, ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എഴുന്നേക്കാൻ പറ്റണില്ല. എത്ര കൊതിയുണ്ടെങ്കിലും എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല. അപ്പോൾ മഹാനവർകൾ പറയുന്നുണ്ട്, മോനെ, നീ പകല് ചെയ്യുന്ന തിന്മകൾ നിമിത്താണ് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്. പകൽ നീ തിന്മകൾ മാറ്റിവെക്ക്. രാവിലെ ഭയങ്കര ഹറാമും എല്ലാ തോന്നിവാസവും ചെയ്യും. എന്നിട്ട് രാത്രിയാകുമ്പോൾ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ അത് നടക്കൂല. ഇനി നിങ്ങൾ എഴുന്നേറ്റാൽ തന്നെയും ആ തഹജ്ജുദ് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഈ ഇഖ്ലാസ് അവിടെയും വേണം. അപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ രാവിലെ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. എങ്ങാനും നമ്മൾ അറിയാതെ ചെയ്തു പോയാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ട് ആ തഹജ്ജുദിനെ ആഗ്രഹിക്കുന്നവരാവുക. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്നാമത്തേത് എന്താണ്? ഇഖ്ലാസോടെ അമിതമായി ആഗ്രഹിക്കുക, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുക. രണ്ടാമത്തേത് എന്താണ് നമ്മൾ പറഞ്ഞത്? തഹജ്ജുദിൻ്റെ മഹത്വം മനസ്സിലാക്കി വെക്കുക. തഹജ്ജുദിൻ്റെ മഹത്വം മനസ്സിലാക്കിയാലാണ് നമുക്ക് കൃത്യമായി അതിനെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകുന്നത്. മൂന്നാമത്തേത് വലതുഭാഗം ചരിഞ്ഞ് കിടക്കാതെ ഇടതുഭാഗം ചരിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? വലതുഭാഗം ചരിഞ്ഞ് കിടക്കണം. നാലാമത്തേത് ശുദ്ധിയോടെ വുളുവോടെ കിടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് തഹജ്ജുദ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വുളുവോടെ കിടന്നുറങ്ങണം. അഞ്ചാമത്തേത് പകൽ ചെയ്യുന്ന തിന്മകളാണ് നമ്മുടെ തഹജ്ജുദിനെ തടയുന്നത്. അപ്പോൾ പകലിൽ തിന്മകൾ ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. എങ്ങാനും തെറ്റുകൾ സംഭവിച്ചു പോയാൽ നമ്മൾ മനുഷ്യരാണ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ചിലർ ചിന്തിക്കും, ഞങ്ങൾ ഈ തെറ്റും ഒക്കെ ചെയ്തിട്ടും തഹജ്ജുദ് നിസ്കരിക്കാനുണ്ടല്ല. ആ നിസ്കാരമായിട്ടില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട്. അത് ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിക്കണോരാ. അപ്പോൾ ബോധ്യം വേണം, ഈ തഹജ്ജുദിൻ്റെ നേരം എന്ന് പറയുന്നത് എൻ്റെ നാഥൻ എന്നിലേക്ക് വരുന്ന നിമിഷമാണ്. അവൻ്റെ സഹായം എന്നിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. ആ സമയം ഞാൻ വേസ്റ്റാക്കി കളയാൻ പാടില്ല. കൂടുതൽ എൻ്റെ നാഥനിലേക്ക് അടുക്കണം. തഹജ്ജുദ് കൃത്യമായിട്ട് നിർവഹിച്ചു നോക്കിയാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയും, മനസ്സമാധാനം ലഭിക്കും. ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹിനോട് അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് പടച്ചോനൊന്ന് സ്തുതിച്ചു നോക്കിയേ, ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, ഹൂദ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടത് ഏത് സമൂഹത്തിലേക്കാണ്? ആയിരക്കണക്കിന് കമൻസ് വന്നു. ആദ് സമൂഹത്തിലേക്കാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ചരിത്ര ക്ലാസ് നമുക്ക് തുടങ്ങണം. ഈ ഒരു മാസം ഒന്നും അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. നമുക്ക് ദുൽഹജ്ജിൽ ഇൻഷാ അല്ലാഹ് ചരിത്ര ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കണം. ഇപ്പോൾ തന്നെ ഈ സ്വബാഹുൽ ഖൈർ കൃത്യമായിട്ട് മുമ്പോട്ട് ഉണ്ടായ നല്ല പ്രയാസം ഇപ്പോൾ ഉണ്ട്. കാരണം നല്ല പനിയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കണം. കുറേ ആളുകൾ ഇന്നലെ ചോദിച്ചു, സൗണ്ടിന് എന്ത് പറ്റി? പനിയുണ്ട്, ശക്തമായ പനിയുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിനുണ്ട്. കാരണം അമിതമായ കുറച്ചധികം യാത്രകൾ, ഉറക്കമില്ലാത്ത യാത്രകളുണ്ടായിരുന്നു, മഴ കൊള്ളേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ളൊക്കെ പ്രയാസങ്ങൾ അൽഹംദുലില്ലാ റബ്ബ് തആല നമ്മുടെ കുറേ പാപങ്ങളൊക്കെ കഴുകിക്കളയണമെന്ന് റബ്ബ് നമുക്കൊരു തൗഫീഖായി തരികയാണ്. അതാണല്ലോ ഈ ചെറിയ പനി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയുന്ന ഓരോരോ കാര്യങ്ങളാണ്. പടച്ചോൻ നമുക്ക് അനുഗ്രഹമായി തരികയാണ്. അൽഹംദുലില്ലാ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല റബ്ബിനെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സ്തുതിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. കുറച്ച് വീഡിയോസ് ഇപ്പോൾ 2 മണിക്കത്തെ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു താമസം അതുകൊണ്ടാണ്. സ്വബാഹുൽ ഖൈർ മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ടുപോകണം. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഏർവാടി ഉറൂസ് നടക്കുന്ന സമയമാണല്ലേ. ഏർവാടിയിൽ മറവിട്ട് കിടക്കുന്ന ആ മഹാൻ്റെ നാമം എന്താണ്? ഒരു സയ്യിദാണ്, നമുക്കൊക്കെ അറിയാം അല്ലേ. ആ മഹാൻ്റെ പേരെന്താണ്? ആ മഹാൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിലുടനീളം എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على نبينا محمد. അർഹമുറാഹിമായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് കൊതിയുണ്ട് നിൻ്റെ മുമ്പിലൊന്ന് സാഷ്ടാംഗം പ്രണമിക്കാൻ. തഹജ്ജുദിൻ്റെ നേരത്ത് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഇതിൽ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. എത്രയെത്ര സങ്കടങ്ങളാണ്. എല്ലാം അറിയുന്ന നാഥ, ഖൽബിൽ സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നൽകണേ അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ മക്കളില്ലാത്തവർക്ക് നീ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കുന്നില്ല എന്ന സങ്കടം പറഞ്ഞവർ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ്, ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.